എല്ലാവർക്കും GK ടിപ്സ് PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ബയോളജിയിലെ വിറ്റാമിനുകൾ എന്ന ടോപ്പിക്കാണ് പറയുന്നത്. വിറ്റാമിനുകൾ മലയാളത്തിൽ അറിയപ്പെടുന്നത് ജീവകങ്ങൾ എന്നാണ്. വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ ആണ്. പേര് നൽകിയത് കാസിമർ ഫങ്ക് ആണ്. വിറ്റാമിനുകളെ നമുക്ക് പൊതുവായിട്ട് രണ്ടായി തിരിക്കാം. ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയും. ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് ബി കോംപ്ലക്സ് വിറ്റാമിനുകളും വിറ്റാമിൻ സിയും. ബിയിൽ തന്നെ കുറേ കൂട്ടമുണ്ട്, അതുകൊണ്ടാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അതുപോലെ വിറ്റാമിൻ സിയും ജലത്തിൽ ലയിക്കുന്ന വിറ്റാമിനാണ്. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകളാണ് വിറ്റാമിൻ എ, ഡി, ഇ, കെ. ഇത് നാലുമാണ് കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ. ഇപ്പോൾ വിറ്റാമിനുകൾ കണ്ടെത്തിയത് ഫെഡറിക് ഹോഫ്കിൻ, പേര് നൽകിയത് കാസിമർ ഫങ്ക്. രണ്ടായി തിരിച്ചിട്ടുണ്ട്: ജലത്തിൽ ലയിക്കുന്നവ, കൊഴുപ്പിൽ ലയിക്കുന്നവ. ജലത്തിൽ ലയിക്കുന്നവ ബി കോംപ്ലക്സ് സിയും, കൊഴുപ്പിൽ ലയിക്കുന്നത് എ, ഡി, ഇ, കെ. ഇനി വിറ്റാമിൻ എ, ശാസ്ത്രീയ നാമം റെറ്റിനോൾ എന്നാണ്. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്ന വർണ്ണവസ്തുവാണ് കെരോട്ടിൻ. വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്നത് കരളിലാണ്. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ എ. വിറ്റാമിൻ എയുടെ അപര്യാപ്തത കൊണ്ട് വരുന്ന 2 രോഗങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ, കണ്ണിനെ കുറിച്ചുള്ള വീഡിയോയിൽ ആ രോഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടി പറയാം: നിശാന്തതയും സിറോഫ്താൽമിയയും. വിറ്റാമിൻ എ ധാരാളം കാണപ്പെടുന്നത് ക്യാരറ്റിൽ, ഇലക്കറികളിൽ, പാലുൽപ്പന്നങ്ങളിൽ, കരൾ, ഇതിലൊക്കെയാണ് വിറ്റാമിൻ എ ധാരാളം അടങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ വിറ്റാമിൻ എ ശാസ്ത്രീയ നാമം റെറ്റിനോൾ. പ്രോ വിറ്റാമിൻ എ എന്നറിയപ്പെടുന്നത് കെരോട്ടിനാണ്. വിറ്റാമിൻ എ സംഭരിച്ചു വയ്ക്കുന്നത് കരളിൽ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമുള്ള വിറ്റാമിനാണ്. അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന 2 നേത്രരോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ ക്യാരറ്റ്, ചീര തുടങ്ങിയ ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ, കരൾ. അടുത്തത് വിറ്റാമിൻ ഡി, ശാസ്ത്രീയ നാമം കാൽസിഫെറോൾ, അപരനാമം സൺഷൈൻ വിറ്റാമിൻ. പച്ചക്കറികളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ ഡി. എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. നമ്മുടെ ശരീരത്തിലെ കാൽസ്യത്തിൻ്റെയും ഫോസ്ഫറസിൻ്റെയും ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്നത് വിറ്റാമിൻ ഡി ആണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വിറ്റാമിൻ ഡി ധാരാളം കാണപ്പെടുന്നത് മത്സ്യ എണ്ണകളിലാണ്. നമ്മുടെ സ്കിന്നിലെ കൊഴുപ്പ് സൂര്യപ്രകാശം തട്ടുമ്പോൾ വിറ്റാമിൻ ഡി ആയിട്ട് മാറും. അതുകൊണ്ടാണ് വിറ്റാമിൻ ഡി സൺഷൈൻ വിറ്റാമിൻ എന്നറിയപ്പെടുന്നത്. അങ്ങനെ വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. വിറ്റാമിൻ ഡി പ്രധാനമായിട്ട് ലഭിക്കുന്നത് പാലുൽപ്പന്നങ്ങളിൽ നിന്നാണ്. ഇപ്പോൾ വിറ്റാമിൻ ഡി കാൽസിഫെറോൾ എന്നാണ് ശാസ്ത്രീയ നാമം. അപരനാമം സൺഷൈൻ വിറ്റാമിൻ, സ്റ്റിറോയിഡ് വിറ്റാമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ ഡി എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. വിറ്റാമിൻ ഡിയുടെ അപര്യാപ്തത കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന രോഗമാണ് റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ. വിറ്റാമിൻ ഡി ആയി മാറുന്ന കൊഴുപ്പാണ് എർഗോസ്റ്റിറോൾ. പ്രധാനമായിട്ടും പാലുൽപ്പന്നങ്ങളിലാണ് വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ളത്. ഇനി വിറ്റാമിൻ ഇ, ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ ഇയുടെ അപര്യാപ്തത കൊണ്ട് വന്ധ്യത ഉണ്ടാകാം. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നുണ്ട് വിറ്റാമിൻ ഇ. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുണ്ട്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇ ശാസ്ത്രീയ നാമം ടോക്കോഫിറോൾ, ബ്യൂട്ടി വിറ്റാമിൻ എന്നറിയപ്പെടുന്നുണ്ട്. ഹൃദയത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നുണ്ട്. അപര്യാപ്തത കൊണ്ട് വന്ധ്യത ഉണ്ടായേക്കാം. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിട്ടുണ്ട്. നാഡികളുടെയും ചുവന്ന രക്താണുക്കളുടെയും ആരോഗ്യത്തിന് ആവശ്യമാണ്. ഇനി വിറ്റാമിൻ കെ, ഫിലോക്വിനോൺ എന്നാണ് ശാസ്ത്രീയ നാമം. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്നുണ്ട്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ് വിറ്റാമിൻ കെ. ചെറുകുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം കൂടിയാണ് വിറ്റാമിൻ കെ. വിറ്റാമിൻ കെ ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കാബേജ്, ചീര, കോളിഫ്ലവർ ആണ്. വിറ്റാമിൻ കെയുടെ അപര്യാപ്തത കൊണ്ട് മുറിവുണ്ടായ രക്തം കട്ട പിടിക്കുന്നതിന് താമസം നേരിടും. ഇപ്പോൾ വിറ്റാമിൻ കെ ഫിലോക്വിനോൺ എന്നറിയപ്പെടുന്നു. കരളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നുണ്ട്. തണുപ്പിക്കുമ്പോൾ നഷ്ടമാകുന്ന ജീവകമാണ്. കുടലിലെ ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ കെ. അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ കാബേജ്, ചീര, കോളിഫ്ലവർ. ഇനി പറയുന്നത് ബി കോംപ്ലക്സ് വിറ്റാമിനുകളെ കുറിച്ചാണ്. ധാന്യകങ്ങൾ, പ്രോട്ടീൻ എന്നിവ ശരീരത്തിൽ പ്രയോജനപ്പെടുത്താൻ സഹായിക്കുന്നത് വിറ്റാമിൻ ബി ആണ്. അതേപോലെ ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം എന്നിവയ്ക്കൊക്കെ വിറ്റാമിൻ ബി ആവശ്യമാണ്. വിറ്റാമിൻ ബിയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിലൊന്നാണ് B1 അല്ലെങ്കിൽ തയമീൻ.
മറ്റൊന്ന് B2, മറ്റൊരു പേര് റൈബോഫ്ലേവിൻ. B3 നിയാസിൻ എന്നറിയപ്പെടുന്നുണ്ട്. B5 പാന്തോണിക് ആസിഡ്. B6 പിരിഡോക്സിൻ. B7 ബയോട്ടിൻ അല്ലെങ്കിൽ വൈറ്റമിൻ എച്ച്. B9 ഫോളിക് ആസിഡ്. B12 സയനോകൊബാലമിൻ. B13 ഒറോട്ടിക് ആസിഡ്. B15 പാൻഗാമിക് ആസിഡ്. ഇങ്ങനെ ബിയുടെ ഒരു കൂട്ടത്തെയാണ് നമ്മൾ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. അപ്പം ധാന്യകങ്ങൾ, പ്രോട്ടീൻ, ഇതൊക്കെ ശരീരത്തെ പ്രയോജനപ്പെടുത്താൻ വൈറ്റമിൻ ബി വേണം. ചുവന്ന രക്താണുക്കളുടെ നിർമ്മാണം, ത്വക്കിൻ്റെ ആരോഗ്യം, ഇതിനൊക്കെ വിറ്റാമിൻ ബി വേണം. വിറ്റാമിൻ B1 അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. B1 അപര്യാപ്തത കൊണ്ട് ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. B2ൻ്റെ മറ്റൊരു പേര് റൈബോഫ്ലേവിനാണ്. B1ൻ്റെ മറ്റൊരു പേര് തൈമിനാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. പാലിന് ഇളം മഞ്ഞ നിറം നൽകുന്നത് വിറ്റാമിൻ B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിനാണ്. സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ നശിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. വിറ്റാമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര. പ്രകാശമേൽക്കുന്ന ഭാഗത്തെ ത്വക്ക് പരുക്കനാകുന്ന അവസ്ഥയാണ് പെല്ലഗ്ര. പെല്ലഗ്ര ഏത് വിറ്റാമിൻ്റെ അപര്യാപ്തത കൊണ്ടാണെന്ന് ചോദിച്ചാൽ വിറ്റാമിൻ B3. B3യുടെ മറ്റൊരു പേര് നിയാസിൻ. വിറ്റാമിൻ G എന്നറിയപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B2. B2ൻ്റെ മറ്റൊരു പേര് റൈബോഫ്ലേവിൻ ആയിരുന്നു. വിറ്റാമിൻ B7 ആണ് വിറ്റാമിൻ എച്ച് എന്ന് അറിയപ്പെടുന്നത്. എലിസ ടെസ്റ്റിൽ ഉപയോഗിക്കുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ B7 അല്ലെങ്കിൽ വിറ്റാമിൻ എച്ച്. എലിസ ടെസ്റ്റ് എയ്ഡ്സ് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. വിറ്റാമിൻ B6ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. B6ൻ്റെ മറ്റൊരു പേര് പിരിഡോക്സിൻ. പിരിഡോക്സിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മൈക്രോസൈറ്റിക് അനീമിയ. രക്തകോശങ്ങളുടെ രൂപീകരണത്തിന് ആവശ്യമായ വിറ്റാമിനാണ് വിറ്റാമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡ്. B9ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. B6ൻ്റെ അപര്യാപ്തത കൊണ്ട് മൈക്രോസൈറ്റിക് അനീമിയ. B9ൻ്റെ അപര്യാപ്തത കൊണ്ട് മെഗലോബ്ലാസ്റ്റിക് അനീമിയ. കൊബാൾട്ട് അടങ്ങിയ വിറ്റാമിനാണ് വിറ്റാമിൻ B12. അതുകൊണ്ടാണ് അതിൻ്റെ പേര് സയനോകൊബാലമിൻ. വിറ്റാമിൻ B12ൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് പെർണീഷ്യസ് അനീമിയ. മൈക്രോസൈറ്റിക് അനീമിയ വിറ്റാമിൻ B6 അല്ലെങ്കിൽ പിരിഡോക്സിൻ്റെ അഭാവം കൊണ്ട്. മെഗലോബ്ലാസ്റ്റിക് അനീമിയ വിറ്റാമിൻ B9 അല്ലെങ്കിൽ ഫോളിക് ആസിഡിൻ്റെ അപര്യാപ്തത കൊണ്ട്. പെർണീഷ്യസ് അനീമിയ വിറ്റാമിൻ B12 അല്ലെങ്കിൽ സയനോകൊബാലമിൻ്റെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. B1ൻ്റെ അപര്യാപ്തത കൊണ്ട് ബെറിബെറി. B3യുടെ അപര്യാപ്തത കൊണ്ട് പെല്ലഗ്ര. വിറ്റാമിൻ ബി ലഭിക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ പാല്, മുട്ട, ചേമ്പില, ധാന്യങ്ങളുടെ തവിട്. പ്രധാനമായിട്ട് ധാന്യങ്ങളുടെ തവിടിലാണ് ഈ ബി വിറ്റാമിനുകൾ ഉള്ളത്. ഇനി വിറ്റാമിൻ സി. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. എസ്കോർബിക് ആസിഡ് എന്നാണ് ശാസ്ത്രീയ നാമം. ധാരാളമായിട്ട് പുളിരുചിയുള്ള പഴങ്ങളിലാണ് കാണപ്പെടുക. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ചൂടേൽക്കുമ്പോൾ നഷ്ടമാകുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പാല്, മുട്ട എന്നിവയിൽ ഇല്ലാത്ത വിറ്റാമിനാണ് വിറ്റാമിൻ സി. പുളിരുചിയുള്ള പഴങ്ങളിലാണ് കൂടുതലായിട്ടുള്ളത്. അതായത് സിട്രസ് വർഗത്തിൽപ്പെട്ട പഴങ്ങളിലൊക്കെ ഉണ്ട്. അതായത് നാരങ്ങ വർഗത്തിൽപ്പെട്ട പഴങ്ങൾ, നെല്ലിക്ക, ഇതിലൊക്കെ വിറ്റാമിൻ സി ഉണ്ട്. ചൂടാക്കുമ്പോൾ അല്ലെങ്കിൽ പാകം ചെയ്യുമ്പോൾ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ സി. കൃത്രിമമായി നിർമ്മിച്ച ആദ്യത്തെ വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഇനി വിറ്റാമിൻ സി യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നുണ്ട്. യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. രോഗപ്രതിരോധ ശേഷിക്ക് ആവശ്യമാണ്. ത്വക്ക്, മോണ, രക്തകോശങ്ങൾ എന്നിവയുടെ ആരോഗ്യത്തിന്, മുറിവുണങ്ങാൻ, ഇതിനൊക്കെ വിറ്റാമിൻ സി ആവശ്യമാണ്. മൂത്രത്തിലൂടെ നഷ്ടമാവുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നെല്ലാം അറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. മൂത്രത്തിലൂടെ നഷ്ടമാവുന്നുണ്ട്. ഫ്രഷ് ഫുഡ് വിറ്റാമിൻ, ആൻറ്റി ക്യാൻസർ വിറ്റാമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത കൊണ്ടുണ്ടാകുന്ന രോഗമാണ് സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്ന രോഗമാണ് സ്കർവി. ഇപ്പോൾ വിറ്റാമിൻ സി ലഭിക്കുന്ന പ്രധാന ഭക്ഷ്യവസ്തുക്കൾ സിട്രസ് വർഗത്തിൽപ്പെട്ട പഴങ്ങൾ, നെല്ലിക്ക, പപ്പായ, മുരിങ്ങയില, ഇതിലൊക്കെ വിറ്റാമിൻ സി ഉണ്ട്. അപ്പോൾ ഇത്രയാണ് വിറ്റാമിനുകളെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള കാര്യങ്ങൾ.